ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് കർക്കിടക മാസം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ചൊവ്വ 30 ചൊവ്വയാണ് ഈ വരുന്ന 21-ാം തീയതി വരുന്നത്. അന്നത്തെ ദിവസം നമ്മൾ സാക്ഷാൽ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഗുരുഭഗവാന്റെ പൂർണ്ണ കടാക്ഷം ലഭിക്കാൻ വേണ്ടി വീട്ടിൽ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ ലളിതമായിട്ടുള്ള പരിഹാരത്തെക്കുറിച്ചാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കർക്കിടക മാസത്തിലെ ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതിൽ തന്നെ കർക്കിടക മാസത്തിൽ വരുന്ന ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഒരു കാരണം കൊണ്ടും മിസ് ചെയ്യാൻ പാടില്ല എന്നതും. നമ്മൾ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് സാക്ഷാൽ ദേവിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നൊരു ദിവസമാണ്. അതുമാത്രവുമല്ല, രാമായണ പാരായണത്തിന് ഉത്തമമായിട്ടുള്ള മറ്റൊരു മാസം കൂടിയിട്ടാണിത്. നമ്മൾ എന്താണ് 21-ാം തീയതി ചൊവ്വാഴ്ച ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കർക്കിടക മാസത്തിലെ 30 ചൊവ്വാഴ്ച 21-ാം തീയതിയാണ് വരുന്നത്. 21 2 + 1 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. 3 എന്ന് പറയുന്നത് ഗുരുഭഗവാന്റെ നമ്പറാണെന്ന് നമുക്കറിയാം. അതേപോലെ അഷ്ടമി തിരിയോടും ചിത്തിര നക്ഷത്രത്തോടും കൂടിയിട്ടാണ് ഈ ഒരു ചൊവ്വാഴ്ച വന്നിരിക്കുന്നത് തന്നെ. നമ്മൾ ചൊവ്വാഴ്ച സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിക്കണം. ഞാനീ പറയുന്ന പരിഹാരം നിങ്ങൾക്ക് ചൊവ്വാഴ്ച രാവിലെയോ ചൊവ്വാഴ്ച വൈകിട്ടോ ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ദേവീ പൂജകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് കാരണം ദേവീ പൂജകൾക്ക് കർക്കിടക മാസത്തിലെ സന്ധ്യകളിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആ ഒരു സമയം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 7 മണി 8 മണിക്കുള്ളിൽ ചെയ്താലും യാതൊരുവിധ കുഴപ്പവുമില്ല. ആദ്യം തന്നെ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് നമ്മൾ കുളിക്കുമ്പം ഒന്നെങ്കിൽ കുളിക്കുന്ന ജലത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കലർത്തി കുളിക്കണം. അങ്ങനെയല്ല, മുഖത്തൊക്കെ മഞ്ഞൾ തേക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മഞ്ഞൾ തേക്കണം. കാരണം കർക്കിടക മാസം മുഴുവൻ മംഗളകരമായി മുന്നോട്ട് പോവാനും നമ്മുടെ ശരീരത്തിലെ നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കാനും ദാമ്പത്യ സൗഖ്യത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി ഗുരുഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം ലഭിക്കാനുമാണ് നമ്മൾ മഞ്ഞൾ ഇട്ട വെള്ളത്തിലോ മഞ്ഞൾ തേച്ചോ കുളിക്കുന്നത്. ഇത് കർക്കിടക മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും മറക്കാതെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. കാരണം എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ മംഗളകരമായിട്ടാക്കാൻ ഈ ഒരു മഞ്ഞളിൻ്റെ ഉപയോഗം നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ മഞ്ഞൾ പൂജയാണ് ഈ ഒരു കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറിലൊക്കെ മറക്കാതെ നിങ്ങൾ ആര്യവേപ്പിൻ്റെ ഇല വെക്കണം. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ തന്നെ ആര്യവേപ്പാണ്. അതുകൊണ്ട് സാധാരണ ചൊവ്വാഴ്ചകളിൽ മാവില തോരണം ചാർത്തുന്നവരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു കൊത്ത് ആര്യവേപ്പിലയും വെക്കണം. നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് ഏതൊക്കെ ദേവീ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് ഓരോ ഇല ആര്യവേപ്പും കൂടെ വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ സാധാരണ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ തട്ടത്തിൽ പൂക്കൾ വെക്കുമല്ലോ. ഈ പ്രാവശ്യം അതിന് പകരം ആര്യവേപ്പില ആ തട്ടത്തിൽ വെച്ച് അതിന് പുറത്തായിട്ട് നമുക്ക് നിലവിളക്ക് വെച്ച് കൊളുത്താവുന്നതാണ്. നിലവിളക്കിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പീഠം എടുക്കണം. പീഠം ഏത് പീഠവുമായിക്കൊള്ളട്ടെ, അതിൽ ഒരല്പം മഞ്ഞൾ നമ്മൾ തടവണം. അതായത് മഞ്ഞൾ പൊടി എടുത്തിട്ട് ശുദ്ധമായ ജലമോ റോസ് വാട്ടറോ കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഒരു ലെയർ നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്തുവിടുക. അതിന് പുറത്തായിട്ട് നമ്മുടെ കയ്യിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അതില്ലാത്തവർക്ക് ഒരു വാഴയില വെക്കാം. അതിലോട്ട് ഒരു പിടി പച്ചരി നിരത്തണം. പച്ചരി നിരത്തിയതിന് ശേഷം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ മഞ്ഞൾ കൊണ്ട് ഒരു ഉരുണ്ടയുണ്ടാക്കി അതിന് പുറത്തായിട്ട് വെക്കണം. സാക്ഷാൽ ആദിപരാശക്തി സങ്കല്പമാണത്. അമ്മയ്ക്ക് മഞ്ഞൾ എത്രമാത്രം പ്രിയമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ആദിപരാശക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് നമ്മളവിടെ മഞ്ഞൾ വെച്ചിരിക്കുന്നത്. ആ മഞ്ഞൾ അവിടെ വെച്ചിട്ട് ആ മഞ്ഞളിന് നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടും വെക്കണം. നമ്മൾ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് വെച്ച നിലവിളക്കിന് മുൻപിലായിട്ട് വേണം ഈ ഒരു ദേവിയെ മഞ്ഞൾ കൊണ്ട് ഉരുണ്ടയുണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദിപരാശക്തിക്ക് കുങ്കുമ അർച്ചന
അങ്ങനെയല്ലെങ്കിൽ പൂക്കൾ കൊണ്ട്, നമ്മുടെ കയ്യിൽ വെള്ളി നാണയമുണ്ടെങ്കിൽ വെള്ളി നാണയം അല്ലെങ്കിൽ സ്വർണ്ണ നാണയം, അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി കുബേര കോയിൻ പോലെയുള്ള കോയിനാണുള്ളതെങ്കിൽ അതുകൊണ്ട് അമ്മയ്ക്ക് 108 പ്രാവശ്യം അർച്ചന ചെയ്യാം. കുങ്കുമാർച്ചനയാണ് ചൊവ്വാഴ്ചകളിലെ ഏറ്റവും മഹനീയമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുങ്കുമാർച്ചന ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കുങ്കുമാർച്ചന ചെയ്യാം. കുങ്കുമാർച്ചന ചെയ്തിട്ട് നമുക്കത് സൂക്ഷിച്ചു വെക്കാം. എല്ലാ ദിവസവും നെറ്റിയിൽ സിന്ദൂരമായിട്ടും നമുക്കത് തൊടാവുന്നതാണ്. കുങ്കുമാർച്ചന നമ്മുടെ വലത്തേ കൈയിലെ തള്ളവിരലും മോതിരവിരലും ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഡയറക്റ്റായിട്ട് അരിയിലോട്ടും ആ ഒരു മഞ്ഞളിൻ്റെ പുറത്തോട്ടുമായിട്ട് നമ്മൾ കുങ്കുമം ഇടരുത്. പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുങ്കുമാർച്ചന ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു വാഴയിലയോ വെറ്റിലയോ അങ്ങനെ അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു കുഞ്ഞു പ്ലേറ്റ് വെച്ചിട്ട് അമ്മയ്ക്ക് നേരെ മന്ത്രം ചൊല്ലി അത് കാണിച്ചിട്ട് നേരെ ആ പ്ലേറ്റിലോട്ട് ഇട്ടാൽ മതിയാവും. 108 പ്രാവശ്യവും കുങ്കുമം കൊണ്ട് തന്നെ അർച്ചന ചെയ്യണമെന്നുള്ള നിർബന്ധവുമില്ല. 27 പ്രാവശ്യമോ 54 പ്രാവശ്യമോ നമുക്ക് കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്തിട്ട് ബാക്കി പൂക്കൾ കൊണ്ടോ നാണയങ്ങൾ കൊണ്ടോ ദേവിയെ അർച്ചന ചെയ്യാവുന്നതുമാണ്. താല്പര്യമില്ലാത്തവർക്ക് പൂക്കൾ കൊണ്ട് താമരപ്പൂക്കൾ, റോസപ്പൂക്കൾ, മുല്ലപ്പൂക്കൾ, ചെമ്പകപ്പൂക്കൾ, മരിക്കൊഴുന്ത് ഇവയൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നാണയങ്ങൾ, വെള്ളി നാണയം, സ്വർണ്ണ നാണയം, ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ 108 നാണയങ്ങളുണ്ടെങ്കിൽ അത് എന്തും എടുക്കാം. ചൊല്ലേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ കുലദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. അതായത് പെൺ ദൈവമാണ് നമ്മുടെ കുലദൈവം എന്നുണ്ടെങ്കിൽ ഓം ഭദ്രകാളിയേ നമ, ഓം ഭുവനേശ്വരിയേ നമ, ഓം ഭഗവതിയേ നമ, ഓം ചോറ്റാനിക്കര ദേവിയേ നമ. അപ്പം പലർക്കും പല പെൺ ദൈവങ്ങളായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിലെ കുലദൈവം ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഓം ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം. സാക്ഷാൽ നമ്മുടെ ഈ കുലദൈവം എന്ന് പറയുന്നതൊക്കെ സാക്ഷാൽ ആദിപരാശക്തിയുടെ ആ ഒരു മറ്റൊരു രൂപമാണ്. അതുകൊണ്ട് തന്നെ ഓം ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം അത് ചൊല്ലിക്കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. 108 പ്രാവശ്യം അർച്ചന ചെയ്യണം. അർച്ചന ചെയ്യുന്നതിന് മുൻപും ഈ ഉരുട്ടി നമ്മൾ മഞ്ഞളിൽ റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് വേണം മഞ്ഞൾ ഒരു ഉരുണ്ടയായിട്ട് എടുക്കാൻ. അങ്ങനെ ഉരുട്ടുമ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം, നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം, അത് ദാമ്പത്യ സൗഖ്യമാകാം, മക്കളുടെ വിവാഹമാകാം, വിവാഹ ജീവിതത്തിലെ ഉയർച്ചയാകാം, നല്ല ആരോഗ്യമാവാം, എന്തുമായിക്കൊള്ളട്ടെ അത് ദേവിയോട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. അർച്ചന ചെയ്യുന്നതിന് മുൻപായിട്ടും നമ്മുടെ ആഗ്രഹം അമ്മയോടൊരു സങ്കല്പം പോലെ പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ ദേവിക്ക് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയ്ക്ക് അർച്ചന ചെയ്തു തീർന്നു. 108 പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്തു. ഇപ്പോൾ ഓം ധൂം ദുർഗായേ നമ എന്നുള്ളത് 108 പ്രാവശ്യം നമ്മൾ അർച്ചന ചെയ്തതിന് ശേഷം ധൂപദീപ ആരതി എടുക്കണം. നിവേദ്യമായിട്ട് നമുക്ക് എന്തും സമർപ്പിക്കാം. ചുമല കളറിലെ ചുമലപ്പഴം, അതേപോലെ തന്നെ ആപ്പിള്, പൊമോഗ്രിനേറ്റ് അങ്ങനെയുള്ള കിട്ടുന്ന എന്തും സമർപ്പിക്കാം. പാല് കാച്ചി വെക്കാം, പാൽപ്പായസം ഉണ്ടാക്കി സമർപ്പിക്കാം, ശർക്കര പായസം ഉണ്ടാക്കി സമർപ്പിക്കാം, അതേപോലെ തന്നെ കേർഡ് റൈസ്, ലെമൺ റൈസ് ഇതൊക്കെ നമുക്കുണ്ടാക്കി ആദിപരാശക്തിയായ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിച്ച് വീണ്ടും നമ്മുടെ ആഗ്രഹം പറഞ്ഞ് കർപ്പൂര ആരതിയും കൂടി എടുക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിനടുത്ത് ഏത് ഭാവത്തിലുള്ള ദേവീ ക്ഷേത്രമാണോ ഉള്ളത് അവിടെ പോകുക. അതിപ്പോൾ ഏത് ഭാവവുമായിക്കോട്ടെ, ചിലപ്പം ഭഗവതി ആവാം, ഭുവനേശ്വരി ആവാം, ലക്ഷ്മി ദേവിയാകാം, രാധാകൃഷ്ണ ക്ഷേത്രമാകാം, അങ്ങനെയല്ലെങ്കിൽ കാളി ക്ഷേത്രമാകാം, ദുർഗാദേവി ക്ഷേത്രമാകാം, എന്തും. ഇപ്പോൾ നമ്മുടെ വീടിനടുത്ത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് പോയി കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ദേവി ഏതാണോ ആ അമ്മയെ പോയി കാണുക. പോകുമ്പോൾ ആ അമ്മയ്ക്ക് വേപ്പിലയുണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. അങ്ങനെയല്ലെങ്കിൽ ഒരു പാക്കറ്റ് കുങ്കുമം വാങ്ങിച്ചു കൊണ്ടുപോകാം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോകുമ്പം എന്താണോ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്, ചിലർ നാരങ്ങാമാല സമർപ്പിക്കാറുണ്ടാകും, ചിലർ ഈ പറയുന്നത് പോലെ കുങ്കുമമായിരിക്കും സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുല്ലപ്പൂ മാല കൊണ്ട് സമർപ്പിക്കുമായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്താണോ അവിടെ പോകുമ്പോൾ സമർപ്പിക്കുന്നത് അത് സമർപ്പിക്കാം. അങ്ങനെയല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ദേവിക്ക് പട്ടു മേടിച്ച് സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ നല്ല റെഡ് കളറിൽ പട്ട് തുണി ഒരെണ്ണം വാങ്ങിച്ച് ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുക. ഈ ഒരു കാര്യം ഈ ഒരു കർക്കിടക മാസം തുടങ്ങിയിട്ട് 5-ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ആ കർക്കിടക മാസം മുഴുവൻ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സർവ്വ ഐശ്വര്യങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ നമുക്ക് ലഭ്യമാകാനും ഇത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മറക്കാതെ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും സാക്ഷാൽ ആദിപരാശക്തിയുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കും. നമുക്ക് ആ പച്ചരിയും മഞ്ഞളും എന്ത് ചെയ്യണമെന്നുള്ളൊരു സംശയമുണ്ടാകുമല്ലോ. ചൊവ്വാഴ്ച
നിങ്ങൾ രാവിലെ ചെയ്താലും വൈകിട്ട് ചെയ്താലും അന്നത്തെ ദിവസം മുഴുവൻ അതവിടെ ഇരുന്നോട്ടെ. പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ എഴുന്നേറ്റ് മഞ്ഞളൊക്കെ മുഖത്ത് തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ ആ മഞ്ഞൾ നിങ്ങൾക്ക് മുഖത്ത് തേക്കാനായിട്ട് ഉപയോഗിക്കാം. പടിപൂജ ചെയ്യുന്നവരാണെങ്കിൽ പടിയിൽ തേക്കാനായിട്ട് എടുക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്തിടത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ മഞ്ഞൾ കളയാം. പച്ചരി നമുക്ക് പായസം വെക്കാം. അതായത് വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച വരുമ്പോഴോ ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ദേവീ ദേവന്മാർക്ക് ശർക്കര പൊങ്കലായിട്ടോ പാൽപായസമായിട്ടോ വെച്ച് സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വളരെയധികം കടം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ, എന്ത് കാര്യത്തിനും കടം വാങ്ങിച്ചെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച, അതായത് കർക്കിടക മാസത്തിലെ 30 ചൊവ്വ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച ചൊവ്വ ഹോര വരുന്ന സമയം രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ, ഇതിലേതെങ്കിലും ഒരു സമയത്ത്, ഏറ്റവും നല്ലത് രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്താണ്. വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാനൊരു തേങ്ങ ഉടയ്ക്കുക. ഉടച്ചതിന് ശേഷം നിങ്ങൾ എത്ര പേർക്കാണോ കടം കൊടുക്കാനുള്ളത് അത്രയും പേർക്ക് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കൊടുക്കുക. 10 രൂപ ആയിട്ടോ 11 രൂപ ആയിട്ടോ ഒക്കെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കടം തീർന്നു കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കടം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യുന്ന ഈ ഒരു പരിഹാരം നമ്മളെ സഹായിക്കും. കാരണം കർക്കിടക മാസത്തിൽ നീചത്തിലാവുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യുന്ന ഈ പരിഹാരം നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി നൽകുന്ന ഒരു പരിഹാരമാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയെ ബിംബ രൂപത്തിൽ, അതായത് വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുന്നതും പൂജിക്കുന്നതും വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ബിംബവും യന്ത്രവും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിംബമെന്ന് കേൾക്കുമ്പം ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം എന്നുള്ള തോട്ട് വേണ്ട, നമുക്ക് യന്ത്രവടിവിൽ മഹാലക്ഷ്മിയെ പൂജിക്കാം. അതായത് സ്വസ്തിക് എന്ന് പറയുന്നത് ഒരു കോലമാണ്. കോലം എന്ന് പറയുന്നത് യന്ത്രരൂപം തന്നെയാണെന്നുള്ളത് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ ഈ പറഞ്ഞ ആദിപരാശക്തിക്കുള്ള മഞ്ഞൾ പൂജയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഭാഗം പൂജാമുറി നല്ല റോസ് വാട്ടർ കൊണ്ടോ ശുദ്ധമായ ജലം കൊണ്ടോ ക്ലീൻ ആക്കിയതിന് ശേഷം അവിടെ നമ്മൾ സ്വസ്തിക് വരയ്ക്കണം. സ്വസ്തിക് വരയ്ക്കുമ്പം അരിപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി, ജാതിക്ക, ഏലക്കാപ്പൊടി, ഗ്രാമ്പൂ പൊടിച്ചത്, പച്ചക്കർപ്പൂരം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം. അങ്ങനെ വരുമ്പം ഒരു ലൈറ്റ് യെല്ലോ കളറാകും ആ ഒരു പൊടിക്ക്. അതിലോട്ട് റോസ് വാട്ടറും കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ സ്വസ്തിക് വരയ്ക്കണം. ആദ്യം നമ്മൾ യെല്ലോ കളർ ആ മാവ് കൊണ്ട് സ്വസ്തിക് വരച്ചതിന് ശേഷം അതിനോട് ചേർത്ത് നമ്മൾ അരിപ്പൊടി കൊണ്ടും കൂടി സ്വസ്തിക്ക് ചേർത്ത് വരയ്ക്കണം. അതായത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് യെല്ലോ കളറാണ് അവിടെ, അതിനോട് ചേർത്ത് തന്നെ വൈറ്റ് കളറും. അപ്പം യെല്ലോയും വൈറ്റും കൂടി ഒന്ന് ചേർന്ന് അവിടെ ഒരു സ്വസ്തിക്ക് രൂപപ്പെടും. മംഗളകരമാണ് മഞ്ഞൾ എന്നതുകൊണ്ടാണ് നമ്മളിവിടെ മഞ്ഞളിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതിനുശേഷം സ്വസ്തിക്കിനുള്ളിൽ 4 കുത്തുകളുണ്ട്, പുള്ളികൾ. അത് നമ്മൾ കുങ്കുമം കൊണ്ട് വേണം ഇടാനായിട്ട്. ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യം മഞ്ഞൾ, പിന്നെ വെളുത്ത കളറിലെ അരിപ്പൊടിയുണ്ട്, പിന്നെ വീണ്ടും ഇവിടെ യെല്ലോ കാണിച്ചിട്ടുണ്ട്, അത് വേണ്ട, 2 എണ്ണം മതി. നടുക്ക് നമ്മൾ 4 കുങ്കുമം കൊണ്ടുള്ള പൊട്ടുകൾ. ഇത് കർക്കിടക രാശിയുടെ കാരകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്നത് വ്യാഴഗ്രഹം ഗുരുഗ്രഹത്തെയും, വെള്ള പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രനെയും, അതിൽ ചുമപ്പ് നീചത്വത്തിലായിരിക്കുന്ന ചൊവ്വയെയുമാണ് കുറിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ ചെയ്യുമ്പം സംഭവിക്കുന്നത് നിലവശത്തെ നമ്മളവിടെ കൂട്ടുകയാണ്. അതായത് നിലതത്വത്തെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ പൂജ ചെയ്യുന്നവരൊക്കെ റെഡ് കളറിലെ ഡ്രസ്സ്, ചുമപ്പ് കളറിലെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. കാരണം ശുക്രഭഗവാനെയും ചൊവ്വ ഭഗവാനെയും കൂടിയിട്ടാണ് നമ്മളവിടെ കുറിക്കുന്നത്. ഭൃഗു മംഗള യോഗമെന്നാണ് ഈ ഒരു ചൊവ്വ ശുക്ര കോമ്പിനേഷന് പറയുന്നത്. ഇതിന് നിവേദ്യമായിട്ട് നമ്മൾ വെക്കുന്നത് പാൽപായസമാണ്. എല്ലാവർക്കും അറിയാം, മഹാലക്ഷ്മിക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഒന്നാണ് പാൽപായസം എന്ന് പറയുന്നത്. അതിനുശേഷം മഹാലക്ഷ്മിയുടെ 108 അഷ്ടോത്തരം ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് ചൊല്ലി പൂക്കൾ കൊണ്ട് നമുക്ക് ദേവിക്ക് ആ ഒരു യന്ത്രത്തിന് സ്വസ്തിക്ക് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ്.
ഈ അർച്ചന നമ്മൾ ചെയ്താൽ തീർച്ചയായും എത്ര വലിയ കടം നിങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ മാറും. നില വശ്യം നമ്മുടെ വീട്ടിലുണ്ടാവും. എല്ലാവിധത്തിലുമുള്ള മംഗളങ്ങളും നമുക്ക് ഉണ്ടാവുന്നതാണ്. അതിനുശേഷം ആ പാൽപ്പായസം വീട്ടിലുള്ളവർ മാത്രം കുടിക്കണം, വെളിയിലുള്ള ആർക്കും കൊടുക്കാനും പാടില്ല. ഇത് വളരെ വളരെ അത്ഭുതകരമായി നമുക്ക് ഫലം തരുന്നതാണ്. മറക്കാതെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.